രാവിലെ തന്നെ റെഡി ആയിരിക്കുകയാണ്. മാസ്ക് വെച്ചപ്പോൾ മനസ്സിലായില്ലേ ആശുപത്രിയിലേക്കാണെന്ന്. കുഞ്ഞുണ്ണിയുടെ പനി എനിക്കും കൂടി കിട്ടിയിട്ടുണ്ട്. രാത്രി നല്ല പനിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോവാണ്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത്. അവൻ്റെ ഡോക്ടർ 9 മണിക്കും എൻ്റെ ഡോക്ടർ 10 മണിക്കുമാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. നേരത്തെ അവിടെ എത്തിയാൽ അവിടുന്ന് അത്ര സമയമല്ലേ അവിടെ നിൽക്കണ്ടു. വേഗം ഫസ്റ്റ് തന്നെ കാണിച്ചിട്ട് തിരിച്ചു പോരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹോസ്പിറ്റലിൽ അധിക സമയം ഇരിക്കുന്ന കാര്യത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ ഇരുന്നാൽ ഭയങ്കര ക്ഷീണം കൂടുതലായിരിക്കും. വീട്ടിലെത്തിയാലും മാത്രമേ ഒരു ആശ്വാസം കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നു ആ സമയത്ത്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ വലിയ വാഹനങ്ങളൊക്കെ കാണാം. അതിൻ്റെ ടയറിൻ്റെ വലിപ്പം നോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൻപുറം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വോയിസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ജലദോഷം ഉള്ളതുകൊണ്ടാണ്, പനിയുള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. നമ്മുടെ സ്ഥിരം ഹോസ്പിറ്റലാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റലാണ്. പക്ഷെ ഇപ്പം ഇനി തിരക്കുണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ പനിയും ജലദോഷമൊക്കെ ആണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. കുഞ്ഞുണ്ണിൻ്റെ സ്കൂളിൽ തന്നെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണി കുറേ ദിവസമായി സ്കൂളിൽ പോവാത്തത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ ചീട്ടെടുക്കണം. ചീട്ടൊക്കെ എടുത്തതിന് ശേഷം ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ടെമ്പറേച്ചർ ഇല്ല, എനിക്കാണ് ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ എന്നെ ആദ്യം കാണിച്ചു. അവൻ്റെ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ റൂമിലൊക്കെ കയറിയിട്ട് പരിശോധിച്ചു. അപ്പം നല്ല ഡോക്ടറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡോക്ടറെ കാണിക്കുന്നത്. ഞാൻ വേറൊരു ഡോക്ടറാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എൻ്റെ മെഡിസിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിലേക്ക് പോയി. കുറച്ചധികം മെഡിസിൻ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കണമല്ലോ. പണ്ടേ ഗുളിക എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഇത് തീരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ഞുണ്ണീൻ്റെ ഡോക്ടർ വന്നു, പരിശോധിക്കുകയാണ്. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മെഡിസിൻ വാങ്ങാൻ വീണ്ടും ഫാർമസിയിലോട്ട് തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ ഒരു ലോഡ് ഗുളിക മരുന്നൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങളുടെ ഡോക്ടറെ കാണിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയതില്ല. അപ്പോൾ അങ്ങനെ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അങ്ങനെ വലിയ ഹെവി ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പൊറോട്ടയും നെയ്പ്പത്തലും ആയിരുന്നു. അപ്പോൾ പൊറോട്ട എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ, കട്ടിയുള്ളതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ നെയ്പ്പത്തലും ചെറുപയർ കറിയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വായിക്കൊന്നും വലിയൊരു രുചിക്കുറവൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ കഴിക്കാം. അപ്പോൾ അതിനുശേഷം നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം വാങ്ങിക്കാമെന്ന് വെച്ചു. ആദ്യം തന്നെ പോയത് കത്തി വാങ്ങാനാണ് കേട്ടോ. കുറച്ച് ദിവസമായി ആ കത്തിക്ക് മോശമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ കത്തി ഞാൻ കൈയോടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് അവിലൊക്കെ വാങ്ങിച്ചു. അത് കുഞ്ഞുണ്ണിക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞുണ്ണി അവന് ഇഷ്ടമാണ്, അവൻ കഴിച്ചോളും. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ കോസ്മെറ്റിക്സ് സെക്ഷനാണ് കേട്ടോ. അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങാറില്ല. എന്നാലും അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒന്നാമത് അതിലുള്ള ഒരുവിധം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട്. പക്ഷേ എല്ലാം എടുത്ത് ഞാനിങ്ങനെ നോക്കും. ഓരോ വീഡിയോസിലും കാണുമ്പോൾ നമ്മളതിൻ്റെ പേരൊക്കെ ഓർത്ത് വെക്കുമല്ലോ, അങ്ങനെ എടുത്ത് നോക്കും, അവിടെ വെക്കും, അത്ര തന്നെ. അപ്പോൾ അടുത്ത പച്ചക്കറി സെക്ഷനിലോട്ട് പോയി. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഒരു പാക്കറ്റ് ബ്രെഡും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഡോർ അടക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം വേഗം വീട്ടിനകത്ത് കയറി. അപ്പോൾ ഒന്ന് ഫ്രഷായി, ഒന്ന് വേഗം പിന്നെയും പുറത്തിറങ്ങി നമ്മുടെ ഗുളികകൾ കുടിക്കാൻ വേണ്ടി കോലയിലാണ് ഇരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും മരുന്നുകൾ എടുത്ത് കുടിക്കുകയാണ്. കുഞ്ഞുണ്ണീൻ്റെ മരുന്നും ഞാൻ എൻ്റെ മരുന്നൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ അവനത് പൊട്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നോട് പൊട്ടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ. മരുന്ന് കഴിക്കലും ഒക്കെ അതൊക്കെ അളവൊക്കെ നോക്കി ചെയ്യാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കുടിച്ചോളുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് അവനെ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.